2016 റോയൽ റംബിളിൽ റോമൻ റെയിൻസ് WWE ചാമ്പ്യനായി എൻട്രി നമ്പർ 1 റിംഗിലേക്ക് കയറിയായിരുന്നു. ഇതൊരു WWE ചാമ്പ്യൻഷിപ്പിനുള്ള റോയൽ റംബിൾ ആയിരുന്നു. അങ്ങനെ ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ റോമൻ റെയിൻസ് അല്ലായിരുന്നു. ആ ഒരു മാച്ചിൽ ട്രിപ്പിൾ എച്ച് ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രിപ്പിൾ എച്ച് ന്യൂ WWE ചാമ്പ്യൻഷിപ്പ് നേടുകയായിരുന്നു. അങ്ങനെ റോമന്റെ കയ്യിൽ നിന്ന് ആ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടുകയായിരുന്നു. സോ നമ്മുടെ പാർട്ട് 3 ഇവിടെ വെച്ചാണ് അവസാനിപ്പിച്ചത്. സോ നിങ്ങൾ ആ പാർട്ട് 3 കണ്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് 4 കാണുക. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് അടക്കാം. റോമന്റെ മനസ്സിൽ അപ്പോൾ ഒറ്റ ലക്ഷ്യമുള്ളായിരുന്നു, തനിക്ക് റോയൽ റംബിൾ നഷ്ടപ്പെട്ട ഒരു ചാമ്പ്യൻഷിപ്പ് എങ്കിലും തിരിച്ചെടുക്കുക. ആ ഒറ്റ ലക്ഷ്യത്തോടു കൂടി റോമൻ റെയിൻസ് വീണ്ടും മുന്നോട്ടാണ് നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ റോമൻ വിസസ് ട്രിപ്പിൾ എച്ച് തമ്മിലുള്ള ആ ഒരു WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് റെസ്ൽമേനിയ 32 ഉറപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിടിലൻ മാച്ചായിരുന്നു. രണ്ടുപേരും നല്ല കിടിലായിട്ട് പെർഫോം ചെയ്യായിരുന്നു. ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ റോമൻ ഒരു സ്പിയർ ചെയ്തുകൊണ്ട് ട്രിപ്പിൾ എച്ചിനെ തോൽപ്പിക്കുകയും അങ്ങനെ റോമൻ ന്യൂ WWE ചാമ്പ്യൻ ആവുന്ന കാഴ്ചയായിരുന്നു നമുക്കന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. റോയൽ റംബിളിൽ തന്റെ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ താൻ ആ ചാമ്പ്യൻഷിപ്പ് നേടിയതിന്റെ സന്തോഷം റോമന്റെ മുഖത്ത് നമുക്ക് കാണാമായിരുന്നു. പക്ഷെ റോമനെ അലർട്ട് ചെയ്യുന്നത് മറ്റൊരു കാര്യമായിരുന്നു. കാരണം ഫാൻസിന് നെഗറ്റീവ് ചാൻസും ബൂളിയെല്ലാം റോമനെ തളർത്തിയിരുന്നു. റോമന്റെ കയ്യിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് വരുന്നത് ഓഡിയൻസിന് ഇഷ്ടമല്ല എന്ന സൂചനയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 2016 മണി ഇൻ ദ ബാങ്ക് വന്നു. അന്നത്തെ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് സെത്ത് റോളിൻസിനെതിരെയായിരുന്നു. അങ്ങനെ റോമൻ വിസസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പിനായിട്ടുള്ള മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. അങ്ങനെ മാച്ചിന്റെ അവസാനത്തിൽ സെത്ത് റോളിൻസ് റോമനെ തോൽപ്പിക്കുകയും അങ്ങനെ സെത്ത് റോളിൻസ് ന്യൂ WWE ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്തിരുന്നു. സെത്ത് റോളിൻസ് ആ ഒരു ചാമ്പ്യൻഷിപ്പുമായി സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇവിടെ മറ്റൊരു എൻട്രൻസ് ആയിരുന്നത്. അതെ, അന്നത്തെ മിസ്റ്റർ മണി ഇൻ ദ ബാങ്ക് ആയ ഡീൻ ആംബ്രോസ് വരികയും ആ ഒരു മാച്ചിൽ സെത്തിനെ പിൻ ചെയ്ത് തോൽപ്പിക്കുകയും ഡീൻ ആംബ്രോസ് ന്യൂ WWE ചാമ്പ്യൻ ആവുന്ന കാഴ്ചയായിരുന്നു നമുക്കന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2016 ബാറ്റിൽ ഗ്രൗണ്ട്സ് എന്ന പേപ്പറിൽ വെച്ച് ഇവർക്ക് ഒരു മാച്ച് ഉറപ്പിക്കുന്നുണ്ട്. ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് റെയിൻസ് റോളിൻസ് ആംബ്രോസ് തമ്മിലുള്ള ഒരു WWE ചാമ്പ്യൻഷിപ്പ് ആയിട്ടുള്ള മാച്ച് ആയിരുന്നു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നല്ല കിടിലൻ മാച്ചായിരുന്നു. റെയിൻസ് ആയാലും റോളിൻസ് ആയാലും ആംബ്രോസ് ആയാലും 3 പേരും നല്ല കിടിലനായിട്ടായിരുന്നു ഈ ഒരു മാച്ചിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാച്ചിന്റെ അവസാനത്തിൽ ഡീൻ ആംബ്രോസ് തന്നെയായിരുന്നു സ്റ്റിൽ ആ ഒരു WWE ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റോമന്റെ ആ ഒരു അവസരം അവിടെ നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ വേൾഡ് ടൈറ്റിൽ തോറ്റ റോമൻ റെയിൻസിനെ പിന്നീട് US ചാമ്പ്യൻഷിപ്പ് ആ ഒരു ലെവലിലേക്കാണ് റോമനെ പിന്നീട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ലാഷ് ഓഫ് ദി ചാമ്പ്യൻസിൽ വെച്ച് റോമൻ വിസസ് റുസേവ് തമ്മിലുള്ള ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുകയുണ്ടായി. ഒരു സിംഗിൾസ് മാച്ച് ആയിരുന്നു. ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ റോമൻ റുസേവിനെ അടുത്ത് ഒരു സ്പിയർ ചെയ്തുകൊണ്ട് റോമൻ തന്നെ ന്യൂ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആവുന്ന കാഴ്ചയായിരുന്നു നമുക്കന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മാച്ചിൽ റോമന് കുറച്ച് സപ്പോർട്ടെങ്കിലും ഫാൻസിനിടയിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷെ കൂടുതലും പൂവും നെഗറ്റീവ് ചാൻസും ഒക്കെ ആയിരുന്നു. അങ്ങനെ കാലം മുന്നോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. റോമൻ റെയിൻസിന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് റൺ നല്ല കിടിലനായിട്ടായിരുന്നു WWE മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2017 ഒരു റോ എപ്പിസോഡിൽ വെച്ച് റോമൻ റെയിൻസ് വിസസ് ക്രിസ് ഗെറിക്കോ തമ്മിലുള്ള ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിനിടയ്ക്ക് വെച്ച് ക്രിസ് ഗെറിക്കോയുടെ ടീമേറ്റ് കെവിൻ ഓവൻസ് വന്ന് റോമൻ റെയിൻസിനെ ഇന്റർഫിയർ ചെയ്യും. ആ ഒരു മാച്ചിൽ ക്രിസ് ഗെറിക്കോ ഒരു കോഡ് ബ്രേക്കർ ചെയ്തുകൊണ്ട് റോമൻ റെയിൻസിനെ തോൽപ്പിക്കുകയും അങ്ങനെ ക്രിസ് ഗെറിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന കാഴ്ചയായിരുന്നു നമുക്കന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റോമൻ റെയിൻസിന്റെ ആ ഒരു US ടൈറ്റിൽ അവിടെ നഷ്ടമായിരിക്കുകയാണ്. റോമന്റെ അടുത്ത ഫീഡ് പോയിട്ടുണ്ടായിരുന്നത് ദി അണ്ടർടേക്കറിന്റെ കൂടെ ആയിരുന്നു. ആദ്യം ബ്രോൺ സ്റ്റോമൻ ആണെങ്കിലും പിന്നെ ആ ഒരു സ്റ്റോറിയിൽ അണ്ടർടേക്കർ വരികയുണ്ട്. അങ്ങനെ റോമൻ റെയിൻസ് വിസസ് അണ്ടർടേക്കർ തമ്മിലുള്ള ആ ഒരു റെസ്ൽമേനിയ 33 ആ ഒരു മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു മാച്ച് വന്നിരിക്കുകയാണ് റോമൻ റെയിൻസ് വിസസ് ദി അണ്ടർടേക്കർ തമ്മിലുള്ള നോ ഹോൾസ് ബാരഡ് മാച്ച്. ഈ ഒരു മാച്ചിനെ പറ്റി പറയാൻ നല്ല കിടിലൻ മാച്ചായിരുന്നു. ഫിനിഷറുകളുടെ ഒരു കൂമ്പാരം എന്ന് വേണം ഈ ഒരു മാച്ചിനെ പറയാം. അങ്ങനെ മാച്ചിന്റെ അവസാനത്തിൽ റോമൻ റെയിൻസ് അണ്ടർടേക്കറിനെ ഒരു സ്പിയർ ചെയ്യും. അണ്ടർടേക്കറിനെ പിൻ ചെയ്ത് റോമൻ റെയിൻസ് ജയിക്കുകയായിരുന്നു. അങ്ങനെ അണ്ടർടേക്കറിന്റെ റെസ്ൽമേനിയ സ്ട്രീക്ക് തോൽപ്പിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയും റോമൻ റെയിൻസ് ആയി മാറിയിരിക്കുകയാണ്. സോ മാച്ച് കഴിഞ്ഞ് റോമൻ റെയിൻസിന് നല്ല തെറിവിളികളും നെഗറ്റീവ് ചാൻസ് എല്ലാം ഫാൻസിന് ഇടയിൽ നിന്ന് കിട്ടിയിരുന്നു. കാരണം റോമനെ പോലുള്ള റെസ്ലർ അണ്ടർടേക്കറിനെ തോൽപ്പിക്കുമ്പോൾ അത് ഫാൻസിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ ഒരു റോമൻ ഇട്ട ഒരു ബൂലി. ആ ഒരു സെഗ്മെന്റിന്റെ അവസാനത്തിൽ അണ്ടർടേക്കർ തന്റെ കോട്ടും തൊപ്പിയും എടുത്തുകൊണ്ട് റിങ്ങിന്റെ നടുക്ക് വെക്കുകയും എൻട്രൻസ് റാമ്പിൽ കൂടെ നടക്കുന്ന കാഴ്ചയായിരുന്നു നമുക്കന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ എൻ്റെ പാർട്ട് 4 ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ നിങ്ങൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ പാർട്ടുകളും കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ഗേസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.